ഇംഗ്ലീഷ് ഭാഷയിൽ ആർ എന്നുള്ള ഒരു അക്ഷരം എവിടെയാണ് സൗണ്ട് ചെയ്യേണ്ടത്, എവിടെയാണ് സൗണ്ട് ചെയ്യാൻ പാടില്ലാത്തതെന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അതിനൊരു റൂൾ ഉണ്ട്. അത് വളരെ സിമ്പിൾ ആണ്. ആർ എന്നുള്ള അക്ഷരത്തിന് ശേഷം ഒരു കൺസണന്റ് ലെറ്റർ ആണ് വരുന്നതെങ്കിൽ ആർ സൗണ്ട് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ കാർഡ്, CARD. പിന്നെ ഉള്ളത് വേൾഡ്, WORLD. പിന്നെ സർക്കിൾ, CIRCLE. ഫാം, വോം, ബോൺ, വേർഡ്. ഇങ്ങനെയുള്ള വാക്കുകളിലൊന്നും ആർ എന്നുള്ള അക്ഷരം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു കൺസണന്റ് ലെറ്റർ ആണ്. അതുകൊണ്ട് അത് സൗണ്ട് ചെയ്യാൻ പാടില്ല. ഇനി നേരെ മറിച്ച് ഒരു വവലാണ് അത് കഴിഞ്ഞ് വരുന്നതെങ്കിൽ അത് സൗണ്ട് ചെയ്യണം. ആർ എന്നുള്ള അക്ഷരം സൗണ്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ റൈറ്റ്, RIGHT. പിന്നെയുള്ളത് അറൈവ്, ARRIVE. അറൗണ്ട്, റീഡ്, റോഡ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം ആർ എന്നുള്ള അക്ഷരം കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു വവൽ സൗണ്ട് ആണ്. ഓക്കെ, അതുകൊണ്ട് ആർ സ്പെല്ല് ചെയ്തേ മതിയാകൂ. ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളത് ഇംഗ്ലീഷിൽ അയൺ എന്നുള്ള വേർഡ് മാത്രമാണ്. IRON. ഇത് കഴിഞ്ഞിട്ട് ആർ കഴിഞ്ഞിട്ട് വരുന്നത് O ആണ് വരുന്നത്, വവലാണ്. പക്ഷെ ഇത് റൂളിന് വിപരീതമായിട്ടാണ് വർക്ക് ചെയ്യുക. സോ അയൺ എന്നുള്ള വേർഡ് എക്സെപ്ഷൻ ആണ്. ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ വവൽസ് ഏതൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട് കേട്ടോ, ഈ റൂൾ കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും വർക്ക് ചെയ്യാനായിട്ട്. അതിന് ഞാൻ ഈ വീഡിയോയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വവൽസിനെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന. അതൊന്ന് കാണാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ.